കാസർകോട്ടെ നാരായണന്റെ ശവസംസ്കാരം അത് വെറുമൊരു ഫോട്ടോഷൂട്ടിനുള്ള ചൂട്ടുപിടിക്കലായിരുന്നു. ഇർഫാനെ പൊളിച്ചടുക്കി സേവാഭാരതി പ്രതിനിധി. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ഇർഫാന എന്ന മുസ്ലിം ലീഗിന്റെ കാസർകോട്ടെ ഒരു ജനപ്രതിനിധിയാണ്. ക്യാൻസർ രോഗിയായ നാരായണൻ എന്ന വ്യക്തിയുടെ ശവസംസ്കാരം നടത്തിയ തട്ടമിട്ട യുവതി. ഹൈന്ദവന്റെ അന്ത്യകർമ്മങ്ങൾ ഒരു മകളെ പോലെ ചേർന്ന് നിന്ന് നടത്തി. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇർഫാനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വാർത്തകൾ. എന്നാൽ അപ്രകാരം ചെയ്തുവെങ്കിൽ അത് അഭിനന്ദിക്കേണ്ട സംഗതി തന്നെയാണ് എന്നത് ഒരിക്കലും നിഷേധിക്കുന്നില്ല. എന്നാൽ അത് കള്ളക്കഥ ആയിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആ വെളിപ്പെടുത്തൽ നടത്തിയത് ശവസംസ്കാരം നടത്തിയ സേവാഭാരതിയുടെ മംഗൽപാടി അധ്യക്ഷൻ രഘു എന്ന വ്യക്തിയാണ്. സംസ്കാര ചടങ്ങുകളുടെ മുഴുവൻ ചിലവും ക്രമീകരണങ്ങളും പൂർണ്ണമായും വഹിച്ചത് സേവാഭാരതി ആയിരുന്നുവെന്ന് സേവാഭാരതി മംഗൽപാടി അധ്യക്ഷനായ രഘു പറയുന്നു. ചിതയ്ക്ക് താൻ കത്തിച്ച ചൂട്ട് ഇർഫാനെ എടുത്തു പിടിക്കുകയായിരുന്നു എന്നും ഇർഫാനയുടെ ഭർത്താവ് ഇക്ബാലാണ് അതിന്റെ ചിത്രങ്ങൾ എടുത്തത് എന്നും രഘു പറയുന്നു. നാരായണന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വരുന്നുണ്ട് എന്ന് ഇർഫാനയുടെ ഭർത്താവ് ഇക്ബാലാണ് കൊണ്ടവൂർ മഠത്തിൽ വിളിച്ച് അറിയിച്ചത്. മഠത്തിൽ നിന്ന് സേവാഭാരതിയും അറിയിക്കുകയായിരുന്നു. സേവാഭാരതി ശവസംസ്കാരത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ശ്മശാനത്തിൽ ഏർപ്പെടുത്തുകയും മൃതദേഹം ഹിന്ദു ആചാരപ്രകാരം ദഹിപ്പിക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. രഘു അടക്കമുള്ളവർ വിറകെടുത്ത് വെച്ചപ്പോൾ ഇക്ബാലാണ് ഇർഫാനയോടും വിറകെടുത്ത് വെക്കാൻ പറഞ്ഞത്. അങ്ങനെ അവർ വിറകെടുത്ത് വെക്കുന്നതിന്റെ ഫോട്ടോ എടുത്തിട്ടാണ് വിറക് വെച്ചത്. അതിനുശേഷം തീ കൊളുത്തണമല്ലോ. ഹിന്ദു രീതി 2 ചൂട്ടാണ്, തലയുടെ അവിടെയും കാലിന്റെ അവിടെയും. ഞാനത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ ചൂട്ട് ഞാൻ കാലിന്റെ അവിടെ കത്തിച്ചു, എന്നിട്ട് തലയുടെ അടുത്തെത്തണം. ഞാൻ തലയുടെ അടുത്തേക്ക് പോയപ്പോൾ ആ കാലിന്റെ അവിടെ കത്തിച്ച ചൂട്ട് ഇർഫാന എടുത്തു പിടിച്ചു. ഇക്ബാൽ ഫോട്ടോ എടുത്തു. ശേഷം തലയുടെ അടുത്ത് ഞാൻ കത്തിച്ച ചൂട്ടെടുത്ത് വീണ്ടും ഫോട്ടോ എടുത്തു. ശവദാഹത്തിന്റെ അവസാനം വരെ ഞാനുണ്ടായിരുന്നു. നാരായണന്റെ സംസ്കാരത്തിന്റെ പൂർണ്ണ ചിലവ് വഹിച്ചത് സേവാഭാരതിയാണ്. അല്ലാതെ ഫോട്ടോയിൽ കണ്ടതുപോലെ വിറകെടുത്തതും ഞാൻ കത്തിച്ച ചൂട്ട് എടുത്തതുമല്ലാതെ വേറൊരു പങ്കും ഇർഫാനയ്ക്കില്ല. ഇതെല്ലാം സേവാഭാരതിയാണ് ചെയ്തത്. അങ്ങനെ ശവസംസ്കാരത്തിന് വന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് പബ്ലിസിറ്റിക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല. അതും ഒരു ജനപ്രതിനിധി. സേവാഭാരതി എത്രയോ അനാഥരായവരുടെ ശരീരം ഇവിടെ സംസ്കരിച്ചിരിക്കുന്നു. ഒന്നിലും ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്നതാണ് എന്നാണ് സംശയം. എന്തായാലും സേവാഭാരതിയുടെ ചരിത്രം പരിശോധിച്ചാൽ ചൂട്ടെടുത്ത് ഫോട്ടോ എടുക്കാൻ നിന്ന് ഇർഫാന ഞെട്ടുകയുള്ളൂ. 1989 RSSന്റെ സ്ഥാപകനും അതിന്റെ ആദ്യത്തെ സർസംഘചാലകുമാരൻ ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറിന്റെ 100ാമത് ജന്മദിനാഘോഷവേളയിലാണ് സേവാഭാരതി രൂപീകരിക്കപ്പെടുന്നത്. ആരോഗ്യമേഖലയിൽ സേവാഭാരതി നടപ്പിലാക്കി വരുന്ന പദ്ധതികൾക്ക് സമാനതകളില്ല. തിരുവനന്തപുരത്ത് പാവപ്പെട്ട രോഗികൾക്ക് തണൽ ഒരുക്കിക്കൊണ്ട് പ്രവർത്തനം തുടങ്ങിയ അനന്തകൃപ മന്ദിരം സേവാഭാരതിയുടെ സുപ്രധാന ജീവകാരുണ്യ പദ്ധതികളിൽ ഒന്നാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.